തൃശ്ശൂരിലെ കള്ളവോട്ട് വിഷയത്തിൽ അധിക്ഷേപവുമായി സുരേഷ് ഗോപി. കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നത് വാനരന്മാരെന്ന് സുരേഷ് ഗോപിയുടെ അധിക്ഷേപം. ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഏതായാലും നാളുകളായി മിണ്ടാട്ടമില്ലാതിരുന്ന സുരേഷ് ഗോപി ഇന്ന് വാ തുറന്നത് തന്നെ ആളുകളെ അധിക്ഷേപിക്കാനാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചത് വാനരന്മാരാണ്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുരങ്ങന്മാരാണെന്ന് പറയും, സംസ്കൃതത്തിലായിരിക്കും വാനരന്മാരെന്ന് പറയുക. അങ്ങനെ അധിക്ഷേപിക്കുകയാണ് സുരേഷ് ഗോപി. അവിടെ വോട്ട് കൊള്ള നടത്തി 1 ലക്ഷത്തിലധികം വോട്ട് കച്ചവടം നടത്തിയ സുരേഷ് ഗോപി സ്വന്തം അനുജനെയും ബന്ധുക്കളെയും എല്ലാം അവിടെ കൊണ്ടുചെന്ന് ചേർത്ത് കള്ളവോട്ട് നടത്തിയ സുരേഷ് ഗോപിയാണിപ്പോൾ ആ കള്ളം പറഞ്ഞവരെ കുരങ്ങന്മാരെന്ന് ആക്ഷേപിച്ചിരിക്കുന്നത്. എവിടെയായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ വാതുറക്കൽ? സിജു, തൃശ്ശൂരിൽ ശക്തൻ നഗറിൽ ശക്തൻ പ്രതിമയ്ക്ക് ഹാരാർപ്പണം നടത്തിയ ശേഷം അവിടെ നിന്ന് താഴേക്കിറങ്ങി അവിടെ വെച്ച് മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വളരെ മോശമായ രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായത്. നേരത്തെ തന്നെ പല രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും നടത്താൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് സുരേഷ് ഗോപി. അതുതന്നെ അദ്ദേഹം ഇവിടെയും ആവർത്തിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ, അതായത് ഇത്തരം ഒരു വോട്ട് കള്ളത്തരം നടത്തി കള്ളവോട്ട് ചേർത്ത് അട്ടിമറി നടത്തിയിട്ടും അത് നടത്തിയവരെല്ലാം പകൽമാന്യന്മാരും, ബാക്കി ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ മോശക്കാരാണെന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും എന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം സുരേഷ് ഗോപി ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായത്. കാരണം ഇത്രയും ദിവസം അദ്ദേഹം പലയിടത്ത് വെച്ചും, ഡൽഹിയിൽ വെച്ചും കേരളത്തിലെ പലയിടങ്ങളിൽ പല ഭാഗങ്ങളിൽ വെച്ചും, അത് തൃശ്ശൂർ എത്തിയപ്പോഴാകട്ടെ തിരുവനന്തപുരത്ത് വെച്ചാകട്ടെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യങ്ങൾക്കും ഇതുവരെ ഒരു മറുപടിയും പറയാൻ തയ്യാറാകുന്ന സുരേഷ് ഗോപിയാണ് ഇന്നിപ്പോൾ വായ തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ. പക്ഷേ സംസ്ഥാനത്തിൽ അധിക്ഷേപം തന്നെയാണ് ഇന്നും പുറത്തു വന്നത്. തന്നെയുമല്ല, സുരേഷ് ഗോപി പറയുന്ന മറുപടിയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും എന്നാണ്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ എന്നൊരു വാക്കിൽ അവസാനിപ്പിക്കണമായിരുന്നു. പക്ഷേ അതല്ല ചെയ്തത്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ സൂചിപ്പിച്ചതുപോലെ വാനരന്മാർ എന്ന ഭാഷ ഉപയോഗിച്ച്, അത്തരത്തിലൊരു ഭാഷ തന്നെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അതായത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാരും ചെയ്ത ഈ വോട്ട് അട്ടിമറി, ആ കള്ളത്തരം മുഴുവൻ അവരെല്ലാം ചെയ്തത് ശരി, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നവരും ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ അട്ടിമറികളും കള്ളത്തരങ്ങളും തെളിവ് സഹിതം പുറത്തുവിടുന്നവരുമൊക്കെ മോശക്കാരാണെന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സിജു, തിയോഫിൻ, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അതായത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളായ 11 പേർ, അവർക്കാണ് തൃശ്ശൂരിൽ ഇരട്ട വോട്ടുണ്ടായിരുന്നത്. അതിൽ അനിയൻ സുഭാഷ് ഗോപിയുടെ ഭാര്യ അടക്കമുള്ളവർ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കടക്കം ഇരട്ട വോട്ട്. ഇക്കാര്യങ്ങൾ ചോദിച്ചോ? അതിനെന്തായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി? അതിനെല്ലാമുള്ള മറുപടി ആയിരുന്നോ ഈ കുരങ്ങൻ പരാമർശം? എല്ലാം കൂടി തീർച്ചയായും സിജു, അതായത് തൃശ്ശൂരിലെ വോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഒറ്റയടിക്ക് ഇതെല്ലാം ചേർത്ത് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത്. മറ്റൊന്നിനും മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. ഇന്നും ആ വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ഇവിടെ ചേർക്കുമ്പോൾ തന്നെ ഇവർക്കെല്ലാം നേരത്തെ വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരാൾ ഒരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റി ചേർക്കണമെങ്കിൽ പഴയ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കി വേണം ചേർക്കാൻ. ഇതിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം അനുജൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേര് വോട്ടർ പട്ടികയിൽ 2 ഇടത്തുണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത്. തന്നെയുമല്ല, ഇതിനെ ന്യായീകരിക്കുകയാണ് BJP നേതാക്കൾ ചെയ്യുന്നത്. BJP നേതാക്കളോട് പലപ്പോഴും ചോദിച്ചപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് ന്യായീകരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു തീരുമാനത്തിലേക്കാണ് നേതാക്കൾ പോയിട്ടുള്ളത്. അതിനുശേഷം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ മറുപടി, 2 ഇടത്ത് വോട്ടുണ്ടായാൽ എന്താണ് കുറ്റം, എന്താണ് കുഴപ്പം, അത് കുറ്റമാണോ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ് നിയമം. കാരണം എങ്ങനെയാണ് 2 ഇടത്ത് ഒരാൾക്ക് വോട്ട് ചേർക്കാൻ കഴിയുക?
ഒരിടത്ത് നിന്ന് വോട്ട് മാറ്റി അതിനുവേണ്ട രേഖകൾ അവിടെ നിന്ന് ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ അപേക്ഷ നൽകി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. തന്നെയുമല്ല, ഇതിൽ പലർക്കും 2 വോട്ടർ ID കാർഡുകൾ കൈവശമുണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അട്ടിമറിയാണ്, തെറ്റായ കാര്യം തന്നെയാണ്. ഇത് കുറ്റമല്ല എന്ന് വാദിക്കാനാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വോട്ട് ചേർക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചേർക്കാം, വേണ്ടെന്ന് തോന്നുമ്പോൾ വെട്ടിക്കളയാം എന്നാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്ന ന്യായീകരണം. അത്തരം ന്യായങ്ങളുമായി സുരേഷ് ഗോപിയെ സംരക്ഷിക്കാൻ BJP നേതാക്കൾ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് വിശദീകരണം നമ്മൾ പലപ്പോഴും ചോദിച്ചപ്പോൾ പലയിടത്ത് വെച്ച് ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയായിരുന്നു സുരേഷ് ഗോപി. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് വന്നപ്പോഴാണ് ഇന്നിപ്പോൾ മൗനം വെടിയുന്നതും ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതും. ദിയോഫിൻ, ഇന്ന് ഈ സുരേഷ് ഗോപിക്ക് എന്താണ് അവിടെ പൊതുപരിപാടികളുള്ളത്? ഇനിയും ആ സ്ഥലങ്ങളിലേക്കൊക്കെ മാധ്യമപ്രവർത്തകർ പ്രതികരണം എടുക്കാൻ ചെല്ലാനും സാധ്യതയുണ്ട്. 28 ദിവസത്തിന് ശേഷം മണ്ഡലത്തിലേക്ക് വന്ന് സുരേഷ് ഗോപിയുടെ പിറകെ ഒരു ദിവസം മുഴുവൻ മാധ്യമപ്രവർത്തകർ നടന്നിട്ടും ഒരക്ഷരം മിണ്ടാതിരുന്ന സുരേഷ് ഗോപിയാണ് ഇന്ന് വാ തുറന്ന് അധിക്ഷേപവുമായി രംഗത്ത് വരികയും ചെയ്തത്. എന്താണ് ഈ സുരേഷ് ഗോപിയുടെ മറ്റു പരിപാടികൾ അവിടെ? സുരേഷ് ഗോപിക്ക് മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല. ഇന്നലെ രാത്രി തൃശ്ശൂരിലെത്തിയ അദ്ദേഹം ഗുരുവായൂരിലായിരുന്നു. ഗുരുവായൂരിൽ രാവിലെ ദർശനം നടത്തിയ ശേഷമാണ് ഇവിടേക്ക് വന്നത്. തൃശ്ശൂരിലെ ഈ ശക്തൻ പ്രതിമ നേരത്തെ നമുക്കറിയാം ബസ്സിടിച്ച് തകർന്ന ശക്തൻ പ്രതിമ പിന്നീട് അത് നന്നാക്കി ഇവിടെ പുനഃസ്ഥാപിച്ച ശേഷം സുരേഷ് ഗോപി ഇവിടേക്ക് എത്തുന്നത് ആദ്യമായാണ്. ഇതിനിടയിൽ തൃശ്ശൂരിൽ വന്നു പോയെങ്കിൽ കൂടി മറ്റ് കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. കഴിഞ്ഞൊരു ദിവസം നമുക്കറിയാം ഓഫീസ് ഈ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ദിവസം സുരേഷ് ഗോപി വന്ന് മടങ്ങിയിരുന്നു. അതിനുശേഷം ഇവിടെ ഇന്ന് ഹാരാർപ്പണം നടത്താനായി ചിങ്ങം ഒന്നായതുകൊണ്ട് അവിടെ ഹാരാർപ്പണം നടത്താൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്ന് ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ സമീപത്താണ് ഈ പ്രതിമ. അവിടെ നിന്ന് ഹാരാർപ്പണം നടത്തി താഴേക്കിറങ്ങി അവിടെ വെച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത്. രാവിലെ ഗുരുവായൂരിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു, നിലപാട് വിശദീകരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായത്. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂരിലെ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയോ BJP നേതാക്കളോ കാര്യമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിരുന്നില്ല. ഇത് ഇപ്പോഴും BJP നേതാക്കളുടെ വാദം ഇത് നിയമവിരുദ്ധമല്ല എന്ന രീതിയിലുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം വ്യാപകമായി തന്നെ 10,000-കണക്കിന് കള്ളവോട്ടുകൾ തൃശ്ശൂരിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച്, അതും അടഞ്ഞുകിടന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് അവയുടെ നമ്പറുകളിൽ ആ മേൽവിലാസങ്ങളിൽ നിരവധി ആളുകളെ 15, 20, 80 വരെ ആളുകൾ ചേർത്ത ഫ്ലാറ്റുകളുണ്ട്. അത്രയധികം ആളുകളെ പലയിടത്തും ചേർത്തു. ഏറ്റവും കൂടുതലായി നഗരത്തിലെ 12ഓളം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടത്. ഇതിൽ പല വോട്ടും പോൾ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഒട്ടനവധി ആളുകൾ, അത് പ്രത്യേകിച്ച് BJP-ക്കാർ തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഏത് വിധേനയും വിജയിക്കാൻ ലക്ഷ്യമിട്ട് ഇറങ്ങിയ സുരേഷ് ഗോപിയും BJP നേതാക്കളും ഇത്തരത്തിൽ സമീപ മണ്ഡലങ്ങളിൽ നിന്ന്, അതായത് ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് BJP പ്രവർത്തകരെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവരുടെ വോട്ട് ഇവിടെ ചേർപ്പിച്ച് പോളിംഗ് ദിവസം അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് പോയത്. അങ്ങനെ അത് നടത്തി, അത്രയും വലിയൊരു അട്ടിമറി കൂടി നടത്തി. ഒരുപക്ഷേ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നടത്തി നേടിയ വിജയമാണ്. പക്ഷേ സ്വാഭാവികമായി ജനങ്ങൾ നൽകിയ വിജയമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി ഇതുവരെ ഇരുന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അത് വലിയ ക്ഷീണം ചെയ്തിട്ടുണ്ട്. BJP-ക്ക് വലിയ നാണക്കേടായി. കാരണം ഇത് പുറത്തറിയില്ല എന്ന് കരുതിയിരുന്നതാണ്. തന്നെയുമല്ല, വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി മൗനം ഭഞ്ജിച്ച് വാ തുറന്ന് അധിക്ഷേപവുമായി ഇന്ന് രംഗത്ത് വന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചവർ വാനരന്മാരെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപം.